ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കിരണിനെയാണ്. കിരൺ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിക്കുക. അപ്പോഴേക്കും ദീപ വാതിൽ തുറന്നതും നമ്മുടെ കിരൺ, അമ്മയെ കല്യാണി വിളിച്ചായിരുന്നോ? ഇല്ല മോനെ. അവളോട് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് അവൾ വിളിക്കാതിരുന്നേ. എന്താ മോനെ, എന്താ കാര്യം? അതെ, അമ്മക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മയുടെ മൂത്ത മോള് പ്രസവിച്ചു, ആൺകുഞ്ഞ. അത് കേട്ടതും ദീപ സന്തോഷത്തോടെ ചിരിക്കുക. സത്യമാണോ മോനെ? അതെ അമ്മേ, ഇപ്പോഴാ, കുറച്ച് മുമ്പ്. അതാ കേട്ട പാതി കേൾക്കാത്ത പാതി. അമ്മയ്ക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി ഇങ്ങോട്ട് നേരെ ഓടി പോന്നതാ. ആണോ? സന്തോഷായി. അവിടെ വേറെ കുറേ ആൾക്കാരുണ്ടല്ലോ മോനെ. നമ്മുടെ കണ്ണിൽ കാണാൻ പാടില്ലാത്തവർ ഉണ്ടമ്മേ, എല്ലാവരും ഉണ്ട്. ആ പ്രകാശനും മൂങ്ങയും അവരുടെ പേരക്കുട്ടിയും ഒക്കെയുണ്ട്. എന്ത് ചെയ്യാനാ, എല്ലാത്തിനും അവിടെ തന്നെ ആയിപ്പോയി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ റെഡിയാവുമായിരുന്നു മോനെ. എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദീപ ഇങ്ങനെ നിൽക്കുക. പിന്നെ അമ്മേ, രതീഷും ഭയങ്കര സന്തോഷത്തിലാണ്. അറിയാം മോനെ, പണ്ടൊക്കെ രതീഷും ആ വിക്രത്തെ പോലെയായിരുന്നു. എന്നാൽ ഇപ്പോൾ രതീഷ് ഒരുപാട് മാറി. അതെ, അത് ശരിയാ, അതൊക്കെ നേരിട്ട് കണ്ടിട്ട് വരുന്ന കാഴ്ചയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ കല്യാണിയുടെയും നമ്മുടെ രതീഷിൻ്റെയും അടുത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് വരികയാണ്. അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ നമ്മുടെ രതീഷ് പറയുക, എന്ത് ചെയ്യാനാ, സാഹചര്യങ്ങൾ ഒരുപാടാ. ഞാനും ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു കല്യാണി, പേടിച്ചു പോയി. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം കാദംബരിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട രതീഷേട്ടാ. ദേ, കുഞ്ഞിനെ മേടിക്ക്. ഇല്ല, കല്യാണി മേടിക്ക്. അപ്പോൾ കല്യാണിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുക. കുഞ്ഞിനൊക്കെ മേടിച്ച് കല്യാണി, അച്ഛൻ്റെ മോൻ തന്നെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞാവയെ കളിപ്പിച്ചിട്ട് രതീഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പോൾ രതീഷും കുഞ്ഞാവയെ മേടിച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ പ്രകാശനും മൂങ്ങയും ഡിസ്ചാർജായി വെളിയിലേക്ക് വരികയാണ്. അപ്പോൾ എടാ പ്രകാശ, ഒന്ന് നിന്നേടാ, ദേ കാദംബരിയുടെ കുഞ്ഞാടാ, കാദംബരി പ്രസവിച്ചടാ, നമുക്കൊന്ന് പോയി നോക്കാടാ, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം വിളിക്കുക. അത് കേട്ടത്, എടാ ആ കുഞ്ഞിനെ ഒന്ന് കണ്ടു എന്ന് കരുതി എന്താ കുഴപ്പം, നീ ഒന്ന് വാ എന്നും പറഞ്ഞ് പ്രകാശം നിർബന്ധിക്കുക. അത് കേട്ടതും നീ വാട മോനെ, നമുക്കൊന്ന് കണ്ടേച്ച് വരാം, ഒന്ന് കണ്ടു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അങ്ങോട്ട് ചെല്ലുക. എടാ രതീഷേ, കാദംബരി പ്രസവിച്ചോടാ? പ്രസവിച്ചു, സുഖപ്രസവമായിരുന്നു എന്നും. രതീഷ്, എന്താടാ കുഞ്ഞ്, എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ മൂങ്ങ ടർക്കി മാറ്റി ഒന്ന് നോക്കുക. അയ്യോ എടാ പ്രകാശ, ആൺകുഞ്ഞാടാ. അത് കേട്ടതും പ്രകാശൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. പ്രകാശൻ സന്തോഷത്തോടെ കൺഗ്രാജുലേഷൻസ് എന്നും നമ്മുടെ രതീഷിനോട്. രതീഷ് കൈ കൊടുത്തൊന്നുമില്ല, കുഞ്ഞിനെ കല്യാണിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ നല്ലതാടാ, നീ കൈ തന്നില്ലെങ്കിലും എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ നീ നന്മയുള്ളവനാ, നീ മാത്രമല്ല കാദംബരിയും. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ആൺകുട്ടി ജനിച്ചത്. അത് കേട്ടതും ആര് പറഞ്ഞു? കല്യാണിക്കും ആൺകുട്ടി തന്നെയാ. കല്യാണിയും നന്മയുള്ളവൾ തന്നെയല്ലേ, അതുകൊണ്ടല്ലേ കല്യാണിക്കും ആൺകുഞ്ഞ് തന്നെ ജനിച്ചത്. അപ്പോൾ പ്രകാശൻ ഒന്നും മിണ്ടിയില്ല, തല കുനിച്ച് നിന്നു. അല്ല, എങ്ങോട്ടാ പോകുന്ന രണ്ടുപേരും കൂടെ? അറിയില്ലടാ മക്കളെ, എങ്ങോട്ട് പോകണമെന്നറിയില്ല, എവിടേക്ക് പോകണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ലടാ, ഇപ്പോൾ കാദംബരിക്ക് സുഖപ്രസവമല്ലേ നടന്നത്, ആൺകുഞ്ഞും അല്ലേ, ഞാൻ നോക്കിക്കോളാടാ അവരെ. ഇപ്പോൾ അമ്മയും കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണമല്ലോ. നിങ്ങളുടെ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നോട്ടെടാ. അയ്യോ വേണ്ട, എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ ആരും വരണ്ട. എനിക്ക് ഇപ്പോഴാണ് ഇത്തിരി സമാധാനത്തോടെയുള്ള ജീവിതം കിട്ടിയിരിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത്. അതിനിടയിലേക്ക് അമ്മയും മോനും കൊച്ചുമോനും കൂടെ വന്ന് ഉപദ്രവിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായല്ലോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും ആൺകുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഈ കുരങ്ങ് കളിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് മാറ്റിക്കോണം. ഏത് നേരവും ആൺകുഞ്ഞ്. നിങ്ങൾക്കൊന്നും നാണോ ഇല്ലേ തള്ളേ? അല്ല, ആൺകുഞ്ഞൊരെണ്ണം ഉണ്ടായല്ലോ കൂടെ, എവിടെ പോയി? അവൻ എവിടെ പോയി എന്നറിയില്ലടാ മക്കളെ. എന്ത് ചെയ്യാനാ, എല്ലാം കഷ്ടകാലം. എന്ത് കഷ്ടകാലമാണെങ്കിലും എല്ലാം നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയും അനുഭവിക്കും. ഇനി മേല ഞങ്ങളുടെ മുൻപിലേക്ക് വന്നു പോകരുത്, മനസ്സിലായല്ലോ? വരും രതിയേട്ടാ, വരും. ഇനിയും വരും. കാരണം കാലണയ്ക്ക് വകയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമല്ലേ. വന്നാലും വീട്ടിലേക്ക് കയറ്റില്ല ഞാൻ.
രണ്ടെണ്ണം വന്ന വഴി ഓടിക്കൊള്ളാം. അത് കേട്ടത് മൂങ്ങ, നീയൊന്നും നന്നാവത്തേ ഇല്ലടാ, ഗുണം പിടിക്കത്തേ ഇല്ല, മുടിഞ്ഞു പോവത്തേ ഉള്ളൂ എന്നും പറഞ്ഞു. കേട്ടില്ല കല്യാണേ, ഇപ്പോഴും നമ്മൾ മുടിഞ്ഞു പോണെന്നും പറഞ്ഞ് പ്രായിക്കൊണ്ടാ പോകുന്നേ. പോയിക്കോട്ടെ രതീഷേട്ടാ, എന്നിട്ടും മുടിഞ്ഞു പോകുന്നത് ആരാ? നമ്മളാണോ? അവർ തന്നെയല്ലേ. അവരൊന്നും എത്ര പറഞ്ഞാലും പഠിക്കില്ല. ആ, ഒരു ആൺമകനെ സ്നേഹിച്ച് നടക്കുന്നുണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ, ഒരെണ്ണവും നന്നാവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി രതീഷ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം മൂങ്ങയും പ്രകാശനും വാതിക്കയിലെത്തി. ആശുപത്രിയുടെ വാതിക്കയിലെത്തിയതും കിരൺ കാറിൽ നിന്നും വന്ന് ഇറങ്ങുക. ദൈവമേ, ഇനി എന്നാണോ നമ്മൾ ഈ നിൽക്കുന്ന അവസ്ഥയിൽ ഇവനെ കാണാൻ പറ്റുന്നത്? അത് ഈ ജന്മം നമുക്ക് കഴിയില്ല. അത് ഈ ജന്മം നടക്കുമെന്ന് നീ വിചാരിക്കേണ്ട പ്രകാശ. നമ്മൾ ചത്താലും ആ കാഴ്ച കാണാൻ കഴിയില്ല. ഡിസ്ചാർജ് ആയോ? എങ്ങോട്ടാ പോകുന്നേ എന്നും ചോദിക്കുകയാണ് കിരൺ. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോവും, അതിന് നിനക്കെന്താ പ്രശ്നം? അല്ല, ഒന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, ആണൊരുത്തം കൂടി ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയവൻ? അറിയില്ല, എവിടെയെങ്കിലും ഉണ്ടാവും എന്നും നമ്മുടെ മൂങ്ങ. അത് കേട്ടതും എന്നാലും ഭയങ്കര കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. ഈ വയസ്സാം കാലത്ത് എവിടെ പോയി ജീവിക്കാനല്ലേ? എന്നാലും ഇത്രയൊക്കെ ദ്രോഹം ആൾക്കാരോട് ചെയ്തതുകൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്? ഭയങ്കര ചൂടാ പുറത്ത്, നല്ല ചൂടുണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ വഴിയില്ല. പിന്നെ ഞാൻ കാറിൽ AC ഇട്ട് പോകുന്നതുകൊണ്ട് ആ ചൂടൊന്നും അറിയുന്നില്ല. എന്നാലും കാറിൽ നിന്നൊന്ന് ഇറങ്ങിയാൽ മതി, അപ്പം ചുട്ടുപൊള്ളും. ഇനി ചൂടില്ലാത്തൊരു സ്ഥലമുണ്ട്, ആൽത്തറ, അമ്പലങ്ങളിലുള്ള ആൽത്തറ. അതുകൊണ്ട് രണ്ടെണ്ണവും നേരെ വെച്ച് പിടിച്ചോ. ആൽത്തറയിലേക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ആൽത്തറയിൽ കിടന്നുറങ്ങിക്കോ. ചിലപ്പോൾ വല്ല അന്നദാനവും കിട്ടുമായിരിക്കും, അങ്ങനെ വയറ് നിറയ്ക്കാം. ദേ അമ്മേ, ഒന്ന് വരുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയും വിളിച്ച് പ്രകാശൻ അങ്ങ് പോവുക. അപ്പോൾ കിരൺ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയമാണെങ്കിൽ മൂങ്ങ, എടാ പ്രകാശ, അവൻ പറഞ്ഞതിലും കാര്യമില്ലേ, നമ്മൾ എങ്ങോട്ട് പോകുവടാ? അമ്മ ഒരു കാര്യം ചെയ്, ആ വിക്രത്തിനെ വിളിക്ക്. എന്തിന്? ഈ ജന്മത്ത് നമുക്ക് കിടക്കാൻ ഒരു കിടപ്പാടം ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവനെ കൊണ്ട്. അതുമാത്രമല്ല, അവനിപ്പോൾ ഏതെങ്കിലും കടത്തിനെ കിടന്നുറങ്ങുമായിരിക്കും എന്നും നമ്മുടെ മൂങ്ങ. അത് കേട്ടതും പ്രകാശൻ, എന്ത് ചെയ്യാനാ, എങ്ങോട്ട് പോകും? അപ്പോഴേക്കും പുറത്തിറങ്ങിയതും, എടാ പ്രകാശ, ശരിയാടാ കിരൺ പറഞ്ഞത്, എന്തൊരു ചൂടാടാ, സൂര്യന് പോലും മനസാക്ഷി ഇല്ലല്ലോടാ മക്കളെ. എന്ത് ചെയ്യാനമ്മേ? വാ പോകാം, അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ? എങ്ങോട്ടെങ്കിലും പോകാം. ഈ വയസ്സാം കാലത്ത് എൻ്റെ ദൈവമേ, ഞാൻ എന്തിനാണോ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പ്രകാശിനോടൊപ്പം നടന്നു പോവുക. ഈ സമയം അകത്തെന്നതും രതീഷ് കല്യാണിയും കിരണിനോട് ചോദിക്കണം, അവർ പോയോ കിരണേട്ടാ? പോയി, രണ്ടെണ്ണം ഒരു വഴിയില്ലാണ്ട പോകുന്നേ. പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നായിരുന്നു, എന്നിട്ട് കുഞ്ഞിനെ കാണുകയും ചെയ്തു. ആൺകുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷവും. ആ സന്തോഷമൊക്കെ എവിടം വരെ പോകുമെന്ന് നോക്കാം. എന്നാലും വാ, നമുക്ക് താരാൻ്റെ ഒന്ന് കണ്ടേച്ച് വരാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക. ഈ സമയം താരാൻ്റെയുടെ അടുത്തേക്ക് ഇല്ല. ആൻറ്റി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇനി ആൻറ്റിയെ വീട്ടിലേക്ക് വിടാനും ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ആൻറ്റി ഞങ്ങളോടൊപ്പം വന്നാൽ മതി. ഇനി ആൻറ്റി ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കണ്ട, അവൾ ഏത് നിമിഷവും വരാം. ഹോസ്പിറ്റൽ വരെ വരാൻ കഴിഞ്ഞ അവൾക്ക് വീട്ടിലേക്ക് വരാൻ ഒരു പേടിയും ഉണ്ടാവില്ല. അതുകൊണ്ട് ആൻറ്റിയെ കൊല്ലാൻ അവൾ ഏത് നിമിഷവും നോക്കും, എത്രയും പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചാൽ മതി എന്നും പറയുക. അതൊന്നും വേണ്ട മോനെ, ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. അവിടെ തന്നെ ഇത്രയും പേരുണ്ട്. അതെ, അവിടെ ഇത്രയും പേരുണ്ട്, അതുകൊണ്ടാണ് ആൻറ്റിയോട് അങ്ങോട്ട് വരാൻ പറയുന്നത്. അവിടെ വരുന്നത് തന്നെയായിരിക്കും ആൻറ്റി നല്ലത്. ഇവിടെയൊക്കെ താമസിച്ചാൽ ആൻറ്റിക്ക് വിഷമങ്ങൾ കൂടത്തേ ഉള്ളൂ. പിന്നെ സരയുവിനെ കാണാൻ തോന്നും, അതൊന്നും ശരിയാവില്ല. ആൻറ്റി പോരെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ താരയും ഡിസ്ചാർജ് ആക്കി കൂട്ടിക്കൊണ്ട് പോവുക. ഈ സമയം കല്യാണിയും രതീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, കാരണം അവിടെ കാദംബരി ഒറ്റക്കാണല്ലോ. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് ദീപയാണ്. ദീപ അവിടെ നിൽക്കുമ്പോൾ കിരണും താരയും കൂടെ അങ്ങോട്ട് എത്തുക. അപ്പോൾ സരയു ജനൽ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ താര കാറിൽ നിന്ന് ഇറങ്ങി. ദീപ, വന്നോ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ റെഡിയായി നിൽക്കുമായിരുന്നു മോനെ. എന്തായാലും താര വന്നല്ലോ, വാ വാ അകത്തേക്ക് വാ. അമ്മേ, എപ്പോഴും ആൻറ്റിയുടെ കൂടെ ഒരാൾ വേണം. ഏത് നിമിഷവും അവൾ ഇങ്ങോട്ട് വരാം. ആൻറ്റിയെ കണ്ടതുകൊണ്ട് അവളോട് പ്രതികാരം ചെയ്യാൻ നമ്മൾ ആൻറ്റിയെ കൂട്ടിക്കൊണ്ട് വന്നാണെന്നേ അവൾ കരുതൂ. എന്ന് കരുതി അവൾ ഏത് നിമിഷവും പാത്തും പതുങ്ങിയും വരാം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അല്ല ബൈജുയോടെ? ബൈജു നടക്കാൻ പോയിരിക്കുക മോനെ. എന്നാൽ പിന്നെ ബൈജുവും പാറും ഒക്കെ വരുമ്പോൾ എല്ലാവരും താരാൻ്റിക്കൊരു കൂട്ടാവും. എന്നാൽ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പിന്നെ പോവാം. അത് വേണ്ട,
പോയിട്ട് വാ, കുഞ്ഞിനെ കാണാനല്ലേ പോകുന്നേ, പോകാതിരിക്കണ്ട. മകള് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കാണാതിരിക്കുന്നത് ശരിയല്ല, പോയിട്ട് വാ എന്നും താര പറയുക ആംഗ്യ ഭാഷയിൽ. അതെ അമ്മേ, അമ്മ പോയി കാദംബരിയെ കണ്ടിട്ട് വാ. എന്തായാലും കാദംബരി ചേച്ചി പ്രസവിച്ചതാണല്ലോ, പോയി കണ്ടേച്ച് വാ. അതുവരെ ഞാനിവിടെ ഉണ്ടാവും. ആൻറ്റി കുറച്ച് ദിവസം ഇവിടെ നിൽക്ക്. അത് കഴിയുമ്പോഴേക്കും അമ്മ വരും. അമ്മ വരുമ്പോൾ ആൻറ്റിക്ക് അമ്മയുടെ ഒപ്പം പോവാം, ഇല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ താമസിക്കാം. എവിടെ വേണേലും താമസിച്ചോ, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ താര തിരിഞ്ഞു നോക്കുക. സരയു ജനലെ കൂടെ നോക്കി നിൽക്കുന്നുണ്ട്. താരയ്ക്ക് സന്തോഷമായി. ദേ അവൾ നോക്കുന്നുണ്ട്. ആൻറ്റി ഇങ്ങോട്ട് വരുന്നത് കണ്ട് തുറച്ചു നോക്കുന്നുണ്ട്. ചിലപ്പോൾ ആൻറ്റിയെ കൊല്ലാൻ വീണ്ടും അവൾ പാത്തും പതുങ്ങിയും വരും. ആൻറ്റി സൂക്ഷിച്ചോ എന്നൊക്കെ പറയണ ഈ സമയം നമ്മുടെ താരയും വിളിച്ചുകൊണ്ട് ദീ ഭാഗത്തേക്ക് പോവുക. അപ്പോൾ സരയു ഒന്നും കൂടെ ഇങ്ങനെ തുറച്ചു നോക്കുക. ഒന്ന് പോടി കയറി, നാണം കെട്ടവളെ. നീയാടാ നാണം കെട്ടവൻ. അവളെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുക എന്നെ തോപ്പിക്കാൻ വേണ്ടി. ദേ അത് ആരുടെ കാമുകിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. നിൻ്റെ അച്ഛൻ്റെ കാമുകിയല്ലേടാ അത്. ആരുടെ കാമുകിയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തന്നോ? എന്നാലേ അത് ആരുടെ കാമുകിയാണെന്ന് നിനക്കറിയാം. അല്ലെങ്കിൽ ദേ അകത്തിരിക്കുന്ന ഒരാൾക്കറിയാം, ബേഗാസുരന്. ഒന്ന് പോടാ, നീ പോടി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ അടി. ഈ സമയം സരയുന് ദേഷ്യം വന്ന് ജനലും പൂട്ടി സരയു പോയി. സരയു പോയി കഴിഞ്ഞതും നമ്മുടെ കിരൺ ടെൻഷനോടുകൂടെ ആലോചിക്കുക. എന്തായാലും വെറുതെ വിടാൻ പറ്റില്ല. സരയു ഏത് നേരവും ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് സൂക്ഷിക്കണം. ആൻറ്റിയെ എപ്പോഴും ആൻറ്റിയുടെ കൂടെ ഒരാൾ വേണം. ഈ സമയം ദീപ ഹോസ്പിറ്റലിലെത്തി. ആ അമ്മ കുഞ്ഞിനെ കണ്ടായിരുന്നു. നല്ല കുഞ്ഞ, നല്ല മിടുക്കൻ കുഞ്ഞ്. അതറിയാം. സാഹചര്യമാണല്ലോ ഓരോരുത്തരെ മാറ്റിയെടുക്കുന്നത് അമ്മേ. എന്തായാലും ഞാനും ഒരു സമയത്ത് ഭയങ്കര ഒരു വില്ലനായിരുന്നു. ഞാൻ മാറി. അതുപോലെ പിന്നെ ബൈജു ഞാനൊക്കെ മാറിയില്ലേ? അതുപോലെ തന്നെ വിക്രത്തിൻ്റെ അച്ഛനും ഒക്കെ മാറിയിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അവർ ഈ ജന്മം മാറാൻ പോകുന്നില്ല രതീഷേട്ടാ. എത്രയൊക്കെ അവരനുഭവിച്ചതാ, എന്നിട്ടും മാറിയില്ലല്ലോ. അല്ല ഇപ്പം എന്തിനാ അവരെക്കുറിച്ച് പറയുന്നേ? അപ്പം അറിഞ്ഞില്ലേ, പോകുന്ന വഴി രണ്ടെണ്ണം കൂടെ കാണാൻ വന്നായിരുന്നു കുഞ്ഞിനെ. എന്നിട്ട് കാണിച്ചു കൊടുത്തോ മോളെ? കയ്യിലൊന്നും കൊടുത്തില്ല, കുഞ്ഞിനെ കണ്ടു. ആൺകുഞ്ഞാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടിനും. അവൻ തള്ളിക്കളഞ്ഞ 2 പെൺമക്കൾക്കും ആൺകുഞ്ഞ് എന്ന അവൻ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചവൻ്റെ കാര്യമാണെന്ന് കഷ്ടത്തിലായത്. എന്തായാലും തെരുവ് മുഴുവനും അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. അനുഭവിക്കട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അമ്മയും മോനും മകനും കൊച്ചുമോനും ഒക്കെ എല്ലാവരും കൂടെ ചേർന്ന് എത്ര പേരെ വേദനിപ്പിച്ചിട്ടുള്ളത്. ഇനി അവന് ജീവിക്കാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല അമ്മേ. കാരണം ഏതെങ്കിലും ഒരു ജയിലിൽ അവൻ നന്നായിട്ട് തിന്നും കുടിച്ചും കഴിഞ്ഞോളും. അധികം വൈകാതെ ഏതെങ്കിലും ഒരു ക്രിമിനൽ സ്വഭാവത്തിന് വേണ്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് അവനെ പിടിച്ചുകൊണ്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വിക്രത്തിന് താമസിക്കാൻ ഇടം കിട്ടും. പക്ഷേ അമ്മയും മകനും ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്യും. അതേ മോളെ, എന്നെ അറിയാവുന്നവരൊക്കെ കുറേ വിളിച്ചു. ആ തള്ള എല്ലായിടത്തും കയറി ഇറങ്ങുക. മകൻ്റെ ചികിത്സയ്ക്ക് പണവും ചോദിച്ചുകൊണ്ട്. കുറേ പേര് നമ്മൾ നന്നാവുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് മോക്ക് സഹായിച്ചൂടെ എന്നും ചോദിച്ചു. പിന്നെ ഞാൻ അവർക്കൊക്കെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരുപാട് അനുഭവിക്കട്ടെ രണ്ടും കൂടെ. രതീഷേ, വീട്ടിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. എന്തായാലും പെട്ടെന്ന് വരണമെന്നൊന്നുമില്ല, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി അമ്മേ. ശരി കല്യാണി, എന്നാൽ ഞാൻ വീട് വരെ പോയിട്ട് വരാം. ചേച്ചിക്കുള്ള ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് വരണേ ഉറപ്പായിട്ടും എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ ഒന്നും പറയണ്ട മോളെ. എല്ലാം കൊണ്ടും മനസ്സിൽ മുഴുവനും പേടിയാ. 2 എണ്ണം ഏതു നേരവും പ്രതികാരവും കൊണ്ട് വരുമല്ലോ. ഇപ്പം തന്നെ കെഞ്ചിക്കൊണ്ട് അമ്മ വന്നത്. രതീഷേട്ടൻ്റെ വീട്ടിൽ കാദംബരി ചേച്ചിയെ നോക്കാൻ നിന്നോട്ടെ എന്ന് അമ്മൂമ്മ ചോദിക്കുക. വിക്രത്തിൻ്റെ അമ്മൂമ്മ. ചോദിക്കട്ടെ മോളെ. എല്ലാവരോടും കെഞ്ചി അവസാനം ഒന്നുമില്ലാതായി 2 എണ്ണത്തിനും. അഹങ്കാരം തലയ്ക്ക് കുറവൊന്നും അല്ലല്ലോ പിടിച്ചിരിക്കുന്നത്, ഒരുപാടല്ലേ. അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിയും കുട പിടിക്കുമെന്ന് പറഞ്ഞതുപോലെ കാർത്തിക മോളോടൊപ്പം കൂടി എന്തോ ഒരു അഹങ്കാരമാണ് കാണിച്ചത്. ആ ബാലണ്ണനെ പോലും വെറുതെ വിട്ടില്ല. രാജപ്പൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ മേടിച്ചു കൂട്ടി. എല്ലാം അയാളുടെ തകർച്ചയ്ക്കായിരുന്നു എന്ന് അയാൾ അറിഞ്ഞില്ലല്ലോ. എന്തായാലും തകരട്ടെ, തകർന്നു പോട്ടെ. നാശങ്ങൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ ഭൂമിക്ക് ഭാരമാണ് എന്നൊക്കെ പറയുവാണ്. ഞാൻ പ്രസവിച്ച അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ദൈവങ്ങളോട് ചോദിക്കാറുണ്ട്, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ അവൻ എൻ്റെ വയറ്റിൽ വന്ന് പിളർന്നേന്ന്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്നെ അവൻ എൻ്റെ വയറ്റിൽ നിന്ന് പറഞ്ഞവൻ മരിച്ചു. ഇനി അവൻ അവരുടെ മകൻ മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ ഇങ്ങനെ നിൽക്കുക. ഈ സമയം രതീഷ് വീട്ടിലെത്തി.
വീട്ടിലെത്തിയതും ഭയങ്കര സന്തോഷത്തോടെ രതീഷ് വാതിൽ തുറക്കാനായിട്ട് ജനൽ തുറന്ന് താക്കോലെടുക്കാൻ നോക്കുക. അപ്പം താക്കോല് കാണുന്നില്ല. ഈശ്വര, താക്കോല് കാണുന്നില്ലല്ലോ, ഇതെന്താ, താക്കോല് ഇതെവിടെ പോയി? അകത്ത് കള്ളന്മാർ കയറിയോ? എന്തായാലും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് നേരെ അപ്പുറത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ അകത്ത് കടപടോ ശബ്ദം, പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട് രതീഷ് അകത്ത് ആരോ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. എന്നിട്ട് കോളിംഗ് ബെൽ അടിച്ചു. ദൈവമേ, കള്ളന്മാരെങ്ങാനും അകത്ത് കയറി കുടിയിരിക്കുകയാണോ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും കോളിംഗ് ബെൽ അടിച്ചു. അപ്പോഴേക്കും വാതിൽ തുറന്നു. വാതിൽ തുറന്ന ആളെ കണ്ട് രതീഷ് ഞെട്ടി. അതെ, അത് വേറെ ആരും ആയിരുന്നില്ല, മൂങ്ങയായിരുന്നു. നാണോ മാനോ ഇല്ലാതെ മരുമകൻ്റെ വീട്ടിൽ ഒളിച്ചും പാത്തും കയറി താമസിക്കുന്ന മൂങ്ങയെ രതീഷ് എന്ത് ചെയ്യും? അടിച്ചിറക്കോ ആട്ടിപ്പായിക്കോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിനായി, വരും വീക്കെൻഡിലെ എപ്പിസോഡിനായി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.